നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് അധികം ആളുകൾക്കൊരു പുതിയ ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് അറിയില്ല. മാത്രമല്ല നമ്മുടെ കയ്യിലൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട്, ഒരു ജിമെയിൽ ഉണ്ട്, അതെങ്ങനെ നമ്മുടെ ഫോണിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങിയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാമെന്ന് ആർക്കും അറിയില്ല. അതെങ്ങനെ ഒരു ഗൂഗിൾ നമ്മുടെ ഫോണിലേക്ക് ലോഗിൻ ചെയ്യാമെന്ന് അറിയില്ല. മാത്രമല്ല നമ്മുടെ ഫോണിലൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട്, നമുക്കത് ആവശ്യമില്ല, തൽക്കാലത്തേക്കൊന്ന് റിമൂവ് ചെയ്ത് നമ്മുടെ ഫോണിൽ നിന്ന് മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യുക എന്നൊക്കെ പല ആളുകൾക്കും അറിയില്ല. ഇതൊക്കെ സാധാരണ വളരെ സിമ്പിളായിട്ടുള്ള സെറ്റിങ്സിലാണെങ്കിൽ പോലും ആർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പല ആളുകളും മറ്റുള്ളവരുടെ സഹായം തേടാറാണ് പതിവ്. എന്നാൽ നമുക്ക് സ്വന്തമായിട്ട് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും സ്വന്തമായിട്ട് അതെങ്ങനെ ആഡ് ചെയ്യാമെന്നൊക്കെ നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എത്ര വിവരമുണ്ടെന്ന് പറഞ്ഞാലും ഇത്തരം കാര്യങ്ങളൊന്നും പലപ്പോഴും പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ട് നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ അതെങ്ങനെ റിമൂവ് ചെയ്യുക, താൽക്കാലികമായിട്ട് എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മൊബൈൽ ഫോൺ ജിമെയിൽ എന്നുള്ളൊരു ആപ്പ് ഉണ്ടാകും, എല്ലാ ഫോണിലും ഉണ്ടാകും. ഞാനിവിടെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് ഗൂഗിൾ ജിമെയിൽ ആപ്പ്. നമ്മുടെ മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത താഴെ ഭാഗത്ത് നമ്മുടെ മുഴുവൻ ഇമെയിൽ ഐ ഡിയും കാണും. ഇതിൽ എനിക്ക് ആവശ്യമില്ലാത്തൊരു ഇമെയിൽ ഐ ഡി എനിക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് മാനേജ് അക്കൗണ്ട്സ് ഓൺ ദിസ് ഡിവൈസ് എന്നുള്ള ഒരു സെറ്റിങ്സ് ഏറ്റവും അവസാനത്തിൽ കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഗൂഗിൾ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. നിങ്ങളുടെ ഫോണിലുള്ള മുഴുവൻ ഇമെയിൽ ഐ ഡി ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് ഈ ഗൂഗിൾ അക്കൗണ്ടാണോ റിമൂവ് ചെയ്യേണ്ടത്, ഏത് ജിമെയിൽ അക്കൗണ്ടാണോ റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഒരുപാട് ഡീറ്റെയിൽസ് കാണും. ഇവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ഒരു 3 ഡോട്ട് കാണും. ചില മൊബൈൽ ഫോണിൽ താഴെ ഭാഗത്ത് 3 ഡോട്ടായിരുന്നു കാണാൻ സാധിക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ 2 ഓപ്ഷനാണ്. ഒന്ന് സിങ്ക് നൗ എന്നുള്ള ഓപ്ഷനും രണ്ടാമത്തെ റിമൂവ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനും. ഇതിൽ റിമൂവ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. ഇത് അധികം ആളുകൾക്ക് അറിയാത്തൊരു ഫീച്ചറാണ്. ഈ രണ്ടാമത്തെ സെറ്റിങ്സ് നമുക്ക് എങ്ങനെ ഒരു ഗൂഗിൾ അക്കൗണ്ട് നമ്മുടെ ഫോണിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഫൈൽ ഭാഗത്ത് തന്നെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ കാണിക്കും. ഇവിടെ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ച് നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ആഡ് ചെയ്യാം. രണ്ടാമത്തത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വന്നാൽ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ കാണാം ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ജിമെയിൽ ആപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ജിമെയിൽ ആപ്പിലൂടെയും പ്ലേ സ്റ്റോറിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരാൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് ആഡ് അനദർ അക്കൗണ്ട്, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുതിയൊരു അക്കൗണ്ട് ആഡ് ചെയ്യുന്ന പോലെ ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയ ഗൂഗിളിലൂടെയും ജിമെയിലിലൂടെയും ഒരു പുതിയൊരു അക്കൗണ്ട് ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി അതേ പ്രൊസീജിയർ തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെ എത്തി നിങ്ങൾക്ക് ഇവിടെ കാണാം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ ചോദിക്കും. ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നും ഫോർ വർക്ക് ഓർ മൈ ബിസിനസ് എന്നും 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ സ്വന്തമായി ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ആണെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന മൈ പേഴ്സണൽ യൂസ് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാപനം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പോ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിലാണ് ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആ ഒരു അതിൻ്റെ പേരിലാണ് നിങ്ങൾ ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പേഴ്സണൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിമും കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് നിങ്ങൾക്കൊരു പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ചോദിക്കും. ആ OTP കൊടുത്ത് നിങ്ങൾക്ക് ഇത് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അതോടുകൂടി നിങ്ങളുടെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ പുതിയ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കാണാൻ സാധിക്കും. അപ്പോൾ ഓർക്കുക, നിങ്ങൾക്ക് പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും പുതിയൊരു ആഡ് അക്കൗണ്ട്, അതായത് പുതിയ നിങ്ങളുടെ കയ്യിലൊരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനും നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ഉള്ളൊരു ജിമെയിൽ അക്കൗണ്ട് റിമൂവ് ചെയ്യാനും നമ്മൾ പരിചയപ്പെടുത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.